ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ ടേംസിനെ കുറിച്ചാണ് നോക്കിയത്. ഏതൊക്കെയായിരുന്നു കോൺസെൻട്രേഷൻ ടേം? മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, അതേപോലെ തന്നെ മാസ് ഡിവൈഡ് ബൈ വോളിയം. ഈ 4 കൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ടേംസ് ആയിരിക്കും നോക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. നമുക്ക് ആദ്യം മോൾ ഫ്രാക്ഷൻ എന്താണെന്ന്. മോൾ ഫ്രാക്ഷന്റെ ഫോർമുല ഇതാണ്: നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കമ്പോണന്റ്. അപ്പോൾ എന്റെ കയ്യിൽ ഒരു ബൈനറി കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ആദ്യം നമുക്ക് ബൈനറി കോമ്പൗണ്ടിന്റെ എക്സാമ്പിളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്റെ കയ്യിൽ ഒരു ബൈനറി കോമ്പൗണ്ട് ഉണ്ട്. ബൈനറി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബൈനറി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും കൂടെ ചേർന്ന് ഉണ്ടായേക്കുന്ന ഒരു സൊല്യൂഷനെയാണ് ഞാൻ ബൈനറി കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബൈനറി കോമ്പൗണ്ടിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. നമ്മൾ മോൾ ഫ്രാക്ഷൻ നോർമലി ഡിനോട്ട് ചെയ്യുന്നത് കൈ എന്ന് പറയുന്ന ഈ ഗ്രീക്ക് ലെറ്റർ വെച്ചാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബൈനറി കോമ്പൗണ്ടിന്റെ കേസിൽ എടുക്കുമ്പോൾ 2 കോമ്പൗണ്ട്സ് അതിനകത്തുണ്ട്, സൊല്യൂട്ട് ഉണ്ട്, സോൾവെന്റ് ഉണ്ട്. അപ്പോൾ കൈ എ ഈസ് ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാം. നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. അപ്പോൾ ഇതിനകത്ത് 20% എത്തലിൻ ഗ്ലൈക്കോൾ C2H6O2 എന്ന് പറയുന്ന എത്തലിൻ ഗ്ലൈക്കോൾ ആണ് എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളത്. 20%. അപ്പോൾ ഈ 20% എത്തലിൻ ഗ്ലൈക്കോളിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു റൗണ്ട് ഫിഗർ എടുക്കണം. അതായത് 100 ഗ്രാം സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ 100 ഗ്രാമിൽ 20% എത്തലിൻ ഗ്ലൈക്കോൾ ആണെങ്കിൽ എത്ര ഗ്രാം എത്തലിൻ ഗ്ലൈക്കോൾ കാണും? 20 ഗ്രാം എത്തലിൻ ഗ്ലൈക്കോൾ കാണും. നമുക്ക് ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ടായിരുന്നു. മോൾ ഫ്രാക്ഷന്റെ ഒരു ഫോർമുല ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കമ്പോണന്റ് എന്ന് പറയുന്നതും, അതേപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ, അതായത് മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പൊ നമുക്ക് ആദ്യം മോളാർ മാസ് കണ്ടുപിടിക്കാം. എത്തലിൻ ഗ്ലൈക്കോൾ C2H6O2 മോളാർ മാസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ കാർബണിൻ്റെത് 12 into 2 പ്ലസ് ഹൈഡ്രജൻ 6 എണ്ണം ഉണ്ട്. അപ്പോൾ 1 into 6 പ്ലസ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ 16 into 2. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര വരും? 62 grams per മോൾ. അതായത് ഒരു മോൾ എന്ന് പറഞ്ഞാൽ 62 gram ആണ്. അതേപോലെ തന്നെ മോളാർ മാസ് ഓഫ് മോളാർ മാസ് ഓഫ് വാട്ടർ ആണ് അടുത്തത് പറയുന്നത്. മോളാർ മാസ് ഓഫ് വാട്ടറിന്റെ കേസിൽ എങ്ങനെയാണ്? 2 + 16, 2 ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റം ഒരെണ്ണം. അപ്പോൾ 1 into 16. അപ്പോൾ ടോട്ടൽ എത്ര വരും? 18 എന്ന് പറയുന്ന മോളാർ മാസ് ആണ് വാട്ടറിൻ്റെത് വരുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. മാസ് ഓഫ് എത്തലിൻ ഗ്ലൈക്കോൾ എത്രയായിരുന്നു? 20 grams. എന്തുകൊണ്ടായിരുന്നു? 20% എത്തലിൻ ഗ്ലൈക്കോൾ ആണ്. അപ്പൊ 100 ഗ്രാംസിൽ 20% 20 gram. മോൾസ് ഓഫ് എത്തലിൻ ഗ്ലൈക്കോൾ 20 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് എത്തലിൻ ഗ്ലൈക്കോൾ 62. അപ്പൊ എത്രയാണ് നമുക്ക് വരുന്നത്? 0.322 മോൾസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാണ്. അതിന് എന്തൊക്കെ വേണം? എനിക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തലിൻ ഗ്ലൈക്കോൾ വേണം. ഇനി ഏത് വേണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറും വേണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 20 grams എത്തലിൻ ഗ്ലൈക്കോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ റിമൈനിങ് എത്രയാണ്? 80 grams ഓഫ് വാട്ടർ ഉണ്ട്. മാസ് ഓഫ് വാട്ടർ 80 ഡിവൈഡഡ് ബൈ 80. 18 എവിടുന്ന എനിക്ക് കിട്ടിയത്? മോളാർ മാസ് ഓഫ് വാട്ടറിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 4.44 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ മോൾ ഫ്രാക്ഷനെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ചെയ്യണം? മോൾസ് ഓഫ് എത്തലിൻ ഗ്ലൈക്കോൾ ഡിവൈഡഡ് ബൈ മോൾസ് ഓഫ് എത്തലിൻ ഗ്ലൈക്കോൾ പ്ലസ് മോൾസ് ഓഫ് വാട്ടർ. അപ്പൊ എനിക്ക് കിട്ടുന്നത് 0.068 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ. ഇനി ബൈനറി കോമ്പൗണ്ടിന്റെ കേസിൽ എനിക്ക് വാട്ടറിന്റെ മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 1 -
ഈ വാല്യൂ ചെയ്താൽ മതി. അടുത്തത് നമ്മൾ മോൾ ഫ്രാക്ഷൻ ഇപ്പോൾ ബൈനറി കോമ്പൗണ്ടിന്റെ കേസിലാണ്. ഇനി ബൈനറി കോമ്പൗണ്ട് അല്ല, ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഏതാണ് ഡിനോട്ട് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസിന്റെ ഫോർമുല എങ്ങനെയായിരുന്നു വരുന്നത്? n എന്നായിരുന്നു നമ്മൾ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു കോമ്പൗണ്ട് ഉണ്ട്, സൊല്യൂട്ട് ഉണ്ട്. ഒന്നിലധികം സൊല്യൂട്ടാണ് ഞാൻ ഈ സൊല്യൂഷനകത്ത് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ i is equal to n1 divided by n1 plus n2 plus etc plus ni is equal to, അപ്പോൾ നമ്മൾ ഏതാണ് കിട്ടുന്നത്? ni divided by sigma ni എന്ന് പറയുന്നതാണ് നമ്മുടെ മോൾ ഫ്രാക്ഷൻ വരുന്നത്. അപ്പോൾ മോൾ ഫ്രാക്ഷന്റെ കാര്യം നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയി. ഇനി നമ്മൾ മൊളാരിറ്റി ആണ് നോക്കുന്നത്. മൊളാരിറ്റി രണ്ടും സിമിലർ കൺസെപ്റ്റ് ആണ്. ഒരെണ്ണം കിലോഗ്രാമിലും വേറെണ്ണം ലിറ്ററിലും ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് മൊളാരിറ്റിയുടെ ഫോർമുല നോക്കാം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. സോൾവെന്റിന്റെ മാസ് ആണ് നമ്മൾ എടുക്കുന്നത്, അത് കിലോഗ്രാമിലാണ് എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇനി മൊളാരിറ്റി ആണെങ്കിലോ, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അവിടെ സൊല്യൂഷനും ലിറ്റേഴ്സും ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്ത് അതിന്റെ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാം. മൊളാരിറ്റിന്റെ നമുക്ക് 7.45 ഗ്രാം പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് തന്നേക്കുന്നത്. ഈ പ്രോബ്ലം നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ 7.45 ഗ്രാം പൊട്ടാസ്യം ക്ലോറൈഡ് 100 ഗ്രാം വാട്ടറിലാണ് ഡിസോൾവ് ചെയ്തേക്കുന്നത്. 100 ഗ്രാം വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ഇതിന്റെ മൊളാലിറ്റിയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടാസ്യത്തിന്റെ മോളിക്കുലർ മാസ് എത്രയാണെന്നറിയാം? 39 ആണെന്നറിയാം. അതേസമയം ക്ലോറിന്റെയോ 35.5. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ മോളിക്കുലർ മാസ് ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 74.5 ഗ്രാംസ് ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് അറിയാം, നമ്പർ ഓഫ് മോൾസിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. അപ്പോൾ 7.45 ഗ്രാം ഡിവൈഡഡ് ബൈ 74.5 ഗ്രാംസ് എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ്. അതായത് 0.1 മോൾസ് ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അതവിടെ മാറ്റി വെക്കാം. ഇനി മൊളാലിറ്റിയുടെ ഫോർമുല എന്താണെന്നാണ് പറഞ്ഞത്? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് solvent in kilogram. Number of moles divided by mass of solvent in kilograms. കിലോഗ്രാംസിന്റെ ഇമ്പോർട്ടൻസ് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്പർ ഓഫ് മോൾസ് എത്രയായിരുന്നു? 0.1 മോൾ ആണ്. അതേസമയം നമ്പർ ഓഫ് നമുക്ക് എത്ര ഗ്രാം ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? 100 ഗ്രാം വാട്ടർ ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. 100 ഗ്രാം വാട്ടർ ഇൻ കിലോഗ്രാംസ് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.1 കിലോഗ്രാം. അപ്പോൾ എത്ര വരും? മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ 0.1 മോൾ ഡിവൈഡഡ് ബൈ 0.1 കിലോഗ്രാം. ദാറ്റ് ഈസ് മൊളാലിറ്റി എന്ന് പറയുന്നത് 1 മോൾ പെർ കിലോഗ്രാം. നമുക്ക് മൊളാലിറ്റിയും കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ തന്നേക്കുന്ന പ്രോബ്ലം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 11.18 ഗ്രാംസ് ഓഫ് യൂറിയ, അതായത് NH2CO NH2 എന്ന് പറയുന്നത് 100 ഗ്രാംസ് ഓഫ് വാട്ടറിലാണ് ഡിസോൾവ് ചെയ്തേക്കുന്നത്. എനിക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? മൊളാലിറ്റിയും കണ്ടുപിടിക്കണം. എനിക്ക് തന്നേക്കുന്ന ഹിന്റ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ഗ്രാം പെർ ml ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം പ്രോബ്ലത്തിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ എഴുതാം. മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 11.11 ഗ്രാം. അടുത്തതായി മാസ് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് 100 ഗ്രാംസ് ഓഫ് വാട്ടർ ആണ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് ആക്കാം. ആദ്യം തന്നെ ഇല്ലാതെ മോളിക്കുലർ മാസ് നമുക്ക് ചെയ്യും. മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് യൂറിയയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ NH2CO NH2. നൈട്രജന്റെ 14, 2 നൈട്രജൻ ഉണ്ട്, 2 × 14 പ്ലസ് ഹൈഡ്രജൻ 4 എണ്ണം ഉണ്ട്, 4 × 1 പ്ലസ് കാർബൺ 12, ഓക്സിജൻ 16. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60 ഗ്രാംസ് പെർ മോൾ എന്നാണ്. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് നമ്മൾ നോക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് നേരത്തെ അറിയാവുന്ന ഫോർമുലയാണ് given mass by molecular mass. അതായത് 11.18 ഗ്രാം ഡിവൈഡ് ബൈ 60 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.1852 മോൾസ് ആണ് വരുന്നത്. ഇനി നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാം. മൊളാലിറ്റിയുടെ ഫോർമുല അറിയാമല്ലോ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇൻ കിലോഗ്രാംസ് ആണെന്നുള്ളത് മറന്നു പോകരുത്, പലപ്പോഴും തെറ്റിക്കുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ നമുക്ക് വാല്യൂ
നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0.1852 ഡിവൈഡ് ബൈ 0.1 കിലോഗ്രാം, അതായത് 1.852 മോൾസ് പെർ കിലോഗ്രാം എന്നാണ് മൊളാലിറ്റി. ഇനി മൊളാലിറ്റി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. ഇവിടെ വോളിയം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട വോളിയമാണ്. വോളിയത്തിന് വേണ്ടി നമുക്ക് തന്നേക്കുന്ന ഹിന്റ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 gram per ml ആണെന്ന് അറിയാം. അപ്പൊ നമുക്കറിയാവുന്ന ഒരു ഫോർമുല ഉണ്ട്, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ കൂടെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പൊ വോളിയം എന്ന് പറഞ്ഞാലോ മാസ് ബൈ ഡെൻസിറ്റി ആണ്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാസ് ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാസ് ഓഫ് വാട്ടർ എത്രയാണ്? 100 grams ആണെന്ന് നമുക്കറിയാം. ഡെൻസിറ്റി ഓഫ് 1 gram per mol ആണ്. ഇനി ലിക്വിഡ് ആയതുകൊണ്ട് ഇതിനകത്ത് വോളിയം ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഇനി അപ്പൊ നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ 100 grams ഡിവൈഡ് ബൈ 1 gram per mol എന്ന് പറഞ്ഞാൽ 0.1 liters ആണ് വോളിയം ഓഫ് വാട്ടർ. മൊളാരിറ്റിയുടെ ഫോർമുല ഏതാണ്? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ 0.1852 മോൾസ് ഡിവൈഡഡ് ബൈ 0.1 ലിറ്റർ. നമുക്ക് കിട്ടുന്ന ആൻസർ 1.852 മോൾസ് പെർ ലിറ്റർ. ഓക്കെ, ഇനി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്തായിരുന്നു? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ സ്റ്റേബിൾ ആയിട്ട് മാക്സിമം എത്ര നിൽക്കും. അതായത് ഞാനിപ്പോൾ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു സോൾവെന്റിനകത്ത്. അപ്പൊ എത്ര കഴിയുമ്പോഴാണോ ഇത് ക്രിസ്റ്റലൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, അതിനെയാണ് ഞാൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. മാക്സിമം ഒരു സോൾവെന്റിന് എത്ര സൊല്യൂട്ടിനെ ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രയും സൊല്യൂട്ടിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാകുന്ന സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഓൾറെഡി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരുന്നു. അപ്പൊ അതിനകത്തോട്ട് ഞാൻ വീണ്ടും ആഡ് ചെയ്ത് വളരെ പതിയെ ടെമ്പറേച്ചർ കുറച്ച് ഞാൻ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കി. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കുകയല്ല. ഒരു ചെറിയ സീഡ് ക്രിസ്റ്റൽ, ഒരു സൊല്യൂട്ടിന്റെ ഒരു ചെറിയ സീഡ് ഉണ്ടെങ്കിൽ തന്നെ അത് ക്രിസ്റ്റലൈസ് ചെയ്തു. ക്രിസ്റ്റലൈസ് ചെയ്യുന്ന കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറും എഫക്റ്റ് ഓഫ് പ്രഷറും. സൊല്യൂബിലിറ്റിയിൽ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറും എഫക്റ്റ് ഓഫ് പ്രഷറും എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഏതൊരു ഇക്വിലിബ്രിയം ലീ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ അനുസരിച്ചായിരിക്കും ഫോളോ ചെയ്യുന്നത്. നമ്മൾ ലീ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്താണ്? എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സൊല്യൂഷനിലോ ഒരു റിയാക്ഷനിലോ വന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ത് ചെയ്യും? ഇതിനനുസരിച്ച് ഈ വന്ന ഫാക്ടറിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതായിരുന്നു നമ്മുടെ ലീ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷനെ ബാധിക്കുന്നതെന്ന് നോക്കാം. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഓരോ വസ്തു ഡിസോൾവ് ചെയ്യുമ്പോഴും അതിന്റെ സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഡെൽറ്റ എച്ച് എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഉദാഹരണത്തിന് ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണ്. ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എനർജി അകത്തേക്ക് വലിക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള അവസ്ഥയിൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ സൊല്യൂബിലിറ്റി കൂടും. ഇനി അതിന്റെ റിവേഴ്സ് ആയിട്ടാണെങ്കിലോ, ഇപ്പോ ഡിസൊല്യൂഷന്റെ കേസിൽ എക്സോതെർമിക് എന്ന് വിചാരിക്കുക. ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണ്. ഡിസോൾവ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ പുറത്തേക്ക് പോകുന്ന ഒരു റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ സൊല്യൂബിലിറ്റി കൂടും. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഷുഗർ വെള്ളത്തിൽ ഞാൻ ഡിസോൾവ് ചെയ്യുകയാണ്. ഷുഗർ
വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു സ്ലൈറ്റ് ആയിട്ടുള്ള കൂൾനെസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂബിലിറ്റി. ഓക്കെ, എഫക്ട് ഓഫ് ടെമ്പറേച്ചറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി എഫക്ട് ഓഫ് പ്രഷറും കൂടെ നമുക്ക് നോക്കാം. പ്രഷർ എങ്ങനെയാണ് സൊല്യൂബിലിറ്റിനെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സോളിഡും ലിക്വിഡും എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇൻകംപ്രസിബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് പ്രഷർ ഒരിക്കലും ഡിസൊല്യൂഷനെ ബാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറിന്റെ കാര്യം നോക്കി, പ്രഷറിന്റെ കാര്യം. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഹെൻറീസ് ലോയും അതുപോലെ ഇനി വരാനുള്ള ടോപ്പിക്സുകളും കവർ ചെയ്യും.